ഒരു പേപ്പറും കടലാസും എടുക്കുക. നിങ്ങൾ ഇതിന്റെ ഇന്ന് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഈ ഒരു മാസം എത്തുന്നവരെ നിങ്ങൾ എന്തൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ എഴുതുക. എഴുതിയതിനു ശേഷം നിങ്ങളെ ലൈഫുമായിട്ട് റിലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പം റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് എഴുതി വെച്ച കടലാസ് ഉണ്ടാവും. ഇല്ല അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് ഈ വർഷം ആരംഭിച്ചപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുള്ള കാര്യങ്ങൾ അതൊന്ന് എഴുതുക. അല്ലെങ്കിൽ എഴുതി വെച്ച കടലാസ് ആണെങ്കിൽ അത് എടുക്കുക. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത്. ചില ആൾക്കാർക്ക് മൊത്തത്തിൽ റോങ് ആയിരിക്കും. ഒന്നും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ആഗ്രഹിച്ചതിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവില്ല. തോന്നിയ ഒരു ജീവിതമായിരിക്കും, നിങ്ങൾ അപ്പപ്പുള്ള സുഖത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടിക്കൊക്കെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് എന്തായാലും റീതിങ്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ സമയത്ത് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടാവും. വിഷമം തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ബോട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി സ്കൂളിലൊക്കെ കൊണ്ടുപോകില്ലേ, ആ ബോട്ടിൽ ലാസ്റ്റ് ഇത്രേ വെള്ളമുള്ളൂ കേട്ടോ. ആ വെള്ളം നിങ്ങൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പം വെള്ളം റീഫിൽ ചെയ്യണല്ലോ എന്ന് വെച്ച് നിങ്ങൾ പോയിട്ട് അതിൽ നിറയ്ക്കുന്ന സമയത്ത് ഇത്രയുള്ള വെള്ളം നിങ്ങൾ മറിച്ച് കളഞ്ഞിട്ട് ബാക്കി പിന്നെയും ഒന്നരപ്പാടെ നിറയ്ക്കലല്ലോ ചെയ്യുക, അവിടെ നിന്ന് തൊട്ട് പിന്നെയും ഒഴിക്കല്ലേ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ അതിയായി ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടാവില്ലേ, അതിലേക്ക് നിങ്ങൾ റീഫിൽ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. 2026 എന്ന് പറയുന്നത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രീമും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ തുടങ്ങി വെക്കാലോ അല്ലെ, തുടക്കം സ്റ്റാർട്ട് ചെയ്യാലോ ഇപ്പൊ. അപ്പൊ നിങ്ങൾ തുടക്കം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് എന്തായാലും ഇനി ഒരു തുടക്കം തുടങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളത്. തുടക്കം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും റീതിങ്ക് ചെയ്യേണ്ട മാസമായിട്ടോ, ഡിസംബർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടത്.